ഏറ്റവും അത്യാവശ്യം ഫസ്റ്റ് എക്സ്റ്റീരിയർ അല്ലേ? ആ എക്സ്റ്റീരിയർ ചെയ്താൽ മതി ഫസ്റ്റ്. ഓക്കെ. ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ ആണോ? ആ ഓക്കെ. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോർ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അത് ഞാൻ നോക്കി. ഫസ്റ്റ് ഫ്ലോർ കാണുന്നില്ല പ്ലാൻ. അല്ല, ഒറ്റ ഫ്ലോർ ഉള്ളൂ. ഒറ്റ ഒറ്റ ഫ്ലോർ ഉള്ളൂ. ആ ആ ആ ഓക്കെ. അപ്പൊ ഇതാണ് പ്ലാൻ വരുന്നത് അതില് അല്ലേ? കുറച്ച് ചേഞ്ചസ് ഉണ്ട് ആ സിറ്റ് ഔട്ടില്, പിന്നെ ഡോറും ജനലൊക്കെ. ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ചസ് ആണുള്ളത്? ഫസ്റ്റ് നമുക്ക് എക്സ്റ്റീരിയലാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റീരിയറിന്റെ ആ പറയാം. സിറ്റ് ഔട്ടിൽ എന്താ ചേഞ്ച്? സിറ്റ് ഔട്ടിലെ ഡോറ് റൈറ്റ് സൈഡിലാണ്. സിറ്റ് ഔട്ടിലെ ഡോറ് റൈറ്റ് സൈഡിലാണ്. ഓക്കെ. അടുത്തത് ആ പിന്നെ ആ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിൽ ഒരു സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു 45 സെന്റിമീറ്റർ. കാർ പോർച്ച് ഇല്ലല്ലേ? കാർ പോർച്ച് ഇല്ല. ഓക്കെ ഓക്കെ ഞാൻ വേറെ ചെയ്ത എലവേഷൻ ഞാൻ ഫോട്ടോ വാട്സപ്പിൽ അയക്കണം. ഓക്കെ. അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യൂ. ആ. ഇത് എലവേഷൻ ചെയ്യുന്നതാണോ? അത് വേറെ ആൾ ചെയ്താണ്, എന്റെ ഫ്രണ്ട് ചെയ്താണ്. ഓക്കെ. ഇത് നമ്മുടെ പ്ലാൻ വെച്ച് വേറൊരാൾ ചെയ്തതാണ്. ആ ആ അതില് ആ സിറ്റ് ഔട്ടിൽ ഒരു സ്ലാബ് പോലെ കണ്ട, ആ ആ ബെഞ്ച് പോലെ കൊടുത്തേക്കണത്. ആ ആ അങ്ങനെ ഒരു സ്ലാബ് വാർത്തിട്ടിട്ടുണ്ട്. അങ്ങനത്തെ സ്ലാബ് വാർത്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി എല്ലാം സെയിം ആണ്. ആ ബാക്കി പിന്നെ ജനല ലെഫ്റ്റ് സൈഡിൽ ആ 3 പാളി മാറ്റിയിട്ട് വേറൊരു എലവേഷൻ കൂടെ അയക്കാം, അതിലത്തെ മാതിരി ആക്കണം. ഓക്കെ. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ആ ഓക്കെ. ഇപ്പൊ വേറെ അയച്ച കിട്ടിയാ ഇത് വേറെ. ആ ലാസ്റ്റ് ഒന്നും അതില് ഇതാ. ഇതാ ആ ഒന്നത്. അതില് ജനലില്ലേ, ആ ഈ ഫ്രണ്ടില് ജനല അതേപോലത്തെ ഏകദേശം അതുപോലത്തെ വേണം. വീതി 3 പാളി അല്ല 4 പാളി അല്ലാത്ത രീതിയില്. ഫ്രണ്ടിലെ ജനല ഈ ഒരു മോഡൽ തന്നെ വേണം. ആ ആ ആ ഓക്കെ. ആ എക്സ്റ്റീരിയൽ എന്തെങ്കിലും ഇതൊരു റെഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എക്സ്റ്റീരിയലിന്റെ? ആ ഈ ചെരിച്ചു ലെഫ്റ്റ് സൈഡിലെ ചെരിച്ചു വാർക്ക അങ്ങനെ എടുക്കാം. എക്സ്റ്റീരിയൽ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് റൂഫ് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ഇതേപോലെ ബോക്സ് ടൈപ്പ് ആണോ അതോ റൂഫും ബോക്സ് ടൈപ്പും കൂടിയാണോ? നമുക്ക് ബോക്സ് ടൈപ്പ് വേണ്ട, ബോക്സ് ടൈപ്പ് വേണ്ട. അപ്പൊ നമുക്കൊരു ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ ലുക്ക് നിയോ അങ്ങനെ. ക്ലാസിക്കൽ ലുക്ക് വേണം. ഓക്കെ. എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലും കൈവശം ഉണ്ടോ? ഇപ്പൊ ഇതില് തന്നിരിക്കുന്നത് ഈ റെഫറൻസ് ജനലിന്റെ റെഫറൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ആ ജനൽ ഇതേപോലെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ആ കളർ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു മിക്സ്ഡ് കളർ കളറിലാണോ? അങ്ങനെ വേണമെന്നില്ല, ഓക്കെ അങ്ങനെ ഓക്കെ വേണമെന്നില്ല, അത് നമുക്ക് ഓക്കെ. വേറെ വേണമെങ്കിൽ മാറ്റാം. അപ്പൊ ജനലിന്റെ റെഫറൻസ് ആണ് തന്നത്. എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരണം. ഞാൻ കുറച്ച് റെഫറൻസ് ഒന്ന് കാണിക്കാം. ആ ആ ആ ഇതൊരു കൊളാബ്രിയൻ ടൈപ്പ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ബോക്സും റൂഫും കൂടെ മിക്സ്ഡ് ആയ നമുക്ക് ബോക്സ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ചുമരുമ്പോ ഒന്നും വെള്ളം വീഴാത്ത രീതിയിൽ അതിന് ഷെയ്ഡ് അങ്ങനെ വേണം, അതാണ്. ഓക്കെ ഓക്കെ. ഇതൊരു ട്രഡീഷണൽ ടൈപ്പ് ആണ്. പിന്നെ ഇതാ കുറച്ചും കൂടെ ഇതിലൊരു
മൾട്ടി ഇതുള്ള ടൈപ്പാണ്, ഫുൾ സ്ലോപ്പ് അത് ആയിട്ടുള്ള ടൈപ്പാണ്. സിംഗിൾ സ്റ്റോറി അല്ലല്ലോ അത്, എന്താണ്? ഇത് ഡബിൾ സ്റ്റോറി അല്ലേ? ഡബിൾ സ്റ്റോറി. എന്നാലും നമുക്കതില് ഒരു ഫ്ലോപ്പിന്റെ എന്താ ആ റൂഫും ഇതും നമുക്ക് ഇതിൽ ഒന്ന് ഫിക്സ് ചെയ്യാനായിരുന്നു. ആ പിന്നെ ഇതൊരു ചെറിയൊരു സ്മോൾ സൈസിന്റെ ഒരു മൾട്ടി മൈഗ്രെയിൻ ആണ്. ആ അത് ഇപ്പൊ പറഞ്ഞത് ഇതോ? ഇത് സിംഗിൾ ആണോ? അതെ, ഇത് സിംഗിളാ. ഇത് കൊളോണിയൽ ടൈപ്പാ. അതെ അതെ. അടിക്കോയ ഇത് ക്ലാസിക്കലാണ്. ഇതൊരു ഇങ്ങനത്തെ ഒക്കെ ഒരു ടച്ച് അതിൽ ആ കട്ടിങ്സ് ഒക്കെ വരണില്ലേ? ഈ ഒരു ആ കട്ടിങ്സ്. ആ. ആ ചുമരും ആ ഭിത്തിയുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ്സ് പോലെ ഡിസൈൻ ഒക്കെ വരണില്ലേ? ആ അതുപോലത്തെ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവരണം ഈ സിറ്റ് ഔട്ടില്, ആ തൂണിന്റെ അവിടെയൊക്കെ. ഇതുപോലത്തെ ഒരു എലമെന്റ്സ് കൊണ്ടുവരണം. ഓക്കെ. ആ ഈ ഫ്രണ്ടിലുള്ള സിറ്റ് ഔട്ടിലിന്റെ ഗ്രില്ല് ഇതേപോലെ അല്ലേ ടൈപ്പ് ഉദ്ദേശിക്കുന്നത്? ആ അത് ഗ്രില്ല് അല്ല, അങ്ങനെ ബെഞ്ചാണത്. ഓക്കെ ഓക്കെ. ആ അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ടൈപ്പ് വേണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതില് ഫ്രണ്ട് പോർഷന്റെ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ആ മതിലിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് അറേഞ്ച് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ആ കട്ടിങ് ഫ്രണ്ടിൽ ഇതാക്കി ആ വരിക. ആ പിന്നെ ജനലിന്റെ റെഫറൻസ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ആ ആ റൂഫ് ഇതിലേതെങ്കിലും നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഏതാണ് കുറച്ചും കൂടി ഇത്? നമുക്കിതൊരു ജസ്റ്റ് റെഫറൻസ് ആയിട്ടൊന്ന് എടുക്കട്ടെ, എന്നിട്ട് ഇതിലൊന്ന് ചെയ്തിട്ട് സ്ട്രക്ചർ കാണിക്കാം. അതെന്ത് റൂഫിംഗ് ആണ് ഇപ്പൊ ഈ ഫോട്ടോയിലുള്ളത്? ആ ഇത് സ്ലോപ്പ് പോലത്തെ ഒരു റൂഫാണിത്. അതോ? ഫ്രണ്ടിലോട്ട് സ്ലോപ്പ് പറഞ്ഞല്ലേ? അതെ അതെ. അങ്ങനെ ആയതാലും കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിൽ മാത്രം ഇങ്ങനെ ഇത് നേരെ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആയാലും കൊടുക്കാം. അതോ നമുക്ക് അയച്ചു തന്ന ഫോട്ടോ ഉപയോഗിച്ച് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കണോ? നമുക്ക് കുറച്ച് ഇമേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഒരു പിക്ക്? ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ കേബിൾ റൂഫില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ റൂഫ് ഇതേപോലത്തെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം, സ്ട്രക്ചർ കാണിച്ചു തരുമ്പോഴേക്കും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അത് ചെയ്യാം. സ്ട്രക്ചർ നമുക്ക് ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ സ്ട്രക്ചർ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഒന്നൊരു മീറ്റിംഗ് നടത്താം. അപ്പൊ അതില് നമ്മൾ നേരത്തെ പറഞ്ഞ ജനലുകൾ പിന്നെ ആ കട്ടിങ്സ് എല്ലാം ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. ബെഞ്ചും കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ആ ബെഞ്ചും കൂടെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടാണ്. എന്നിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അയച്ചു തരണേ. ഓക്കെ. ഇനി ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ വേറെ പ്രത്യേകിച്ച്? വാതിലിന്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ എക്സ്റ്റീരിയർ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോർമൽ. എക്സ്റ്റീരിയർ നമുക്ക് സിറ്റ് ഔട്ടില് ക്ലാഡിംഗ് സ്റ്റോൺ കൊടുക്കാൻ പറ്റുമോ നോക്കിക്കോ. ക്ലാഡിംഗ് സ്റ്റോൺ സിറ്റ് ഔട്ടില് ടൈലാ എന്തെങ്കിലും അതും കൂടെ ലൈറ്റ് കളറ്. ഓക്കെ, ക്ലാഡിംഗ് സ്റ്റോൺ സിറ്റ് ഔട്ടിൽ. ഓക്കെ, അതും കൂടെ വെച്ചിട്ട് നമുക്കൊരു സ്ട്രക്ചർ നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. എന്നിട്ട് അത് കാണിച്ചു തന്നിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. എന്താണ്? അതിന് ആ സൈറ്റിന്റെ വീഡിയോ ഞാൻ അയച്ചുതരാട്ടോ. ഓക്കെ, അതും കൂടെ ഒന്ന് അയച്ചത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊരു സ്ട്രക്ചർ ഫസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പൊ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റാം. നമുക്ക് എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്നൊരു ലുക്ക് വേണം എന്നുള്ള ഒരു റെഫറൻസ് ഒന്ന് അയച്ചു തരികയാണെങ്കിൽ അതും കൂടെ വെച്ചിട്ടൊന്ന് ചെയ്യാം. ഞാൻ നോക്കിയിട്ട് അയക്കാം. ഓക്കെ, അതിന്റെ സെക്കൻഡ് മീറ്റിംഗ് അടുത്തൊരു മീറ്റിംഗ് വരുമ്പോഴേക്കും നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. ആ മീറ്റിംഗ് ടൈം ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഉമ്മാക്ക് വേറെ എന്തെങ്കിലും പറയണ്ട? അത് ഈ കാണിച്ച മോഡല് കുഴപ്പമില്ല, പക്ഷെ ഇതിന് ചെലവ് എങ്ങനെ വരും? ഒരുപാട് ചെലവ് വരണത് പറ്റൂലേ? അതും കൂടെ അതായത് നമുക്ക് ഈ ഇത്രയും മറ്റേ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന അല്ലാതെ നമുക്ക് കുറച്ചും കൂടെ ചെലവ് കുറഞ്ഞ രീതിയിലൊന്ന് നോക്കാം, ഇതേ സ്ട്രക്ചർ വെച്ചിട്ട്. ഒരുപാട് ഇപ്പൊ നമുക്ക് കോൺട്രാക്ട് കൊടുത്തേക്കുന്നതാണ്, അപ്പൊ ചെലവ് ഒരുപാട് കൂടിയാ പിന്നെ. ഓക്കെ, മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് നമുക്ക് അധികം ചെലവ് വരാത്ത രീതിയിലുള്ള പിന്നെ എലവേഷനില് ചില ഭാഗത്ത് ഇങ്ങനെ ഇപ്പോഴത്തെ മോഡൽ വന്നാലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം നമുക്ക് ചുമരുമലിക്ക് വീണ രീതിയിലായാലും ബുദ്ധിമുട്ടാവും.
ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മോഡൽ നമ്മ വേണ്ടാന്ന് വെച്ചത്. ഇപ്പൊ ഈ കണ്ടംപററി മോഡൽ അധികം വേണ്ടാന്ന് വെച്ചത്. ഓക്കെ ഓക്കെ, നമുക്ക് ആ രീതിയിലും കൂടെ നോക്കിയിട്ട് നമുക്കൊരു സ്ട്രക്ചർ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് കാണിച്ചിട്ട് നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ ഓക്കെ. അധികം കോസ്റ്റ്ലി ആവാത്ത രീതിയിൽ നമുക്കൊരു സ്ട്രക്ചർ നമുക്ക് ബിൽഡ് ചെയ്യാം. ആ ആ ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത മീറ്റിംഗ് വരുമ്പോഴേക്കും ഞാൻ ആ സ്ട്രക്ചർ കാണിച്ചു തരാം കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി.